ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ചമ്മലാണ്, അതുകൊണ്ട് കുറച്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ദാസലാം മാളിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ പകലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി നല്ല തിരക്കായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകലേ ഇറങ്ങി ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പോഴാകുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാത്രിയൊക്കെ റോട്ടിലാണെങ്കിലും ഭയങ്കര തിരക്കായിരിക്കുള്ളൂ, നമുക്ക് സമാധാനമായിട്ട് നോക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പകലേ ഇറങ്ങിയത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് മിക്ക അടുത്തുണ്ടാവണതാണ് കേട്ടോ ഈ ഹെന്നിടാനായിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ പകലായതുകൊണ്ട് ഇപ്പോൾ അവിടെ ആളില്ല, നൈറ്റാണ് തോന്നുന്നു അവിടെ ഇരിക്കുന്നത് ഹെന്നിടാനായിട്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സമാധാനത്തിൽ നിന്ന് ഡ്രസ്സ് നോക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടെ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കണം കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ കാരിഫോറിൽ കയറിയിട്ടാ. ഫുഡിൻ്റെ സാധനങ്ങളൊന്നും പെരുന്നാളിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അതിന് നിൽക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ കാരിഫോറിൽ ഓയിലിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ഓയിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഓയിൽ കൊടുത്തു, പിന്നെ ഒരു മാഗി ക്യൂബ് കൊടുത്തു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇപ്പം ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് അൻസാർ ഗാലറിക്കാണ് കേട്ടോ. ഇവിടെ അൻസാർ ഗാലറിയിൽ നല്ല രീതിയിൽ ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ ഒരു ചെരുപ്പിൻ്റെ ഹീൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേനെ കേട്ടോ. അങ്ങനെ ഇവിടത്തേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടാണ്. കാരണം അപ്പോഴത്തേനും 4:15 ആയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് 2 ഇഫ്താർ കിറ്റും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.